മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ പരിപാടിയിൽ PV അൻവർ പങ്കെടുക്കുന്നത് വിവാദമായതോടെ വിശദീകരണവുമായി ലീഗ് നേതൃത്വം. തിരുവമ്പാടിയിലെ ഹരിത സംഗമം സംഘടിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ലെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ലീഗിൽ നിന്ന് പുറത്താക്കിയ ചില നേതാക്കളാണ് പരിപാടിയുടെ പിന്നിലെന്നും സലാം വിശദീകരിച്ചു. സംഗമത്തിൽ ലീഗിന്റെ ഔദ്യോഗിക പരിപാടിയാണോ? ലീഗിന്റെ പരിപാടി അല്ല അത് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയ 3-4 ആളുകൾ സംഘടിപ്പിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഏതായാലും പാർട്ടിയുമായി ആ പരിപാടിക്ക് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാരും ആ പരിപാടിയിൽ പങ്കെടുക്കരുത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഉൾപ്പെടെ ചില നേതാക്കളുടെ ലീഗിന്റെ നേതാക്കളുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഇത്തരം വലിയ പ്രചരണം നടത്തിയിട്ടുള്ളത്. അവരാരും അതിൽ പങ്കെടുക്കില്ല. ലീഗ് എന്തായാലും ഈ പരിപാടി ഔദ്യോഗികമായ ലീഗിന്റെ പരിപാടി എല്ലാം തള്ളി പറയുകയാണ്. ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടും അല്ല. മുസ്ലിം ലീഗ് ആയിട്ട് ആ പരിപാടിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനൊന്ന് ചോദിക്കാം, അതായത് ഈ ലീഗിന്റെ ഈ രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, ഏതായാലും ആ പരിപാടി ലീഗ് തള്ളിക്കളയുകയാണ്. ലീഗ് നേതൃത്വം തന്നെ ആ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കുന്നു. PMA സലാമിന്റെ പ്രതികരണത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറം മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ലീഗ് നേതാക്കളുമായി ആ പരിപാടിക്ക്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, നമുക്കറിയാം ഇത് GCCയുടെ KMCCയുടെ തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടി സ്വാഭാവികം ലീഗിന്റെ പോഷക സംഘടനയാണ്, പ്രവാസി പോഷക സംഘടനയാണ് KMCC. ഈ KMCCയുടെ പ്രാദേശിക പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ ശിഹാബ്ദങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ പുന്നക്കലിലെ ശിഹാബ്ദങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം, നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് ആ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വിഭാഗം തള്ളിക്കളയുന്നു. ഇത് മുസ്ലിം ലീഗിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമുള്ള പരിപാടിയല്ല. ലീഗിൽ നിന്ന് പുറത്താക്കിയ ചിലരാണ് അതിന്റെ നേതൃത്വത്തിൽ ആ സംഘാടനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഔദ്യോഗികമായി ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രാദേശികമായ ലീഗിലെ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പരിപാടി മുസ്ലിം ലീഗ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.